ഈഴവ സമുദായത്തിലുള്ളവർക്ക് പശുവിനെ വളർത്താൻ അനുവാദമുണ്ട്. പക്ഷേ അതിനെ കറക്കാനോ പാലുപയോഗിക്കാനോ അവർക്ക് അവകാശമില്ല. ഇങ്ങനെയൊരു വ്യവസ്ഥ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ? എന്നാൽ വിശ്വസിച്ചേ തീരൂ. ഈ ദുഷിച്ച വ്യവസ്ഥിതി ഉണ്ടായിരുന്നത് 3-4 നൂറ്റാണ്ടിലായിരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 125 വർഷം മാത്രം മുൻപ് നടമാടിയിരുന്ന സംഭവമാണ് പറയുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലും നിലനിന്ന മനുഷ്യവിരുദ്ധ സമ്പ്രദായമായിരുന്നു ഇത്. കേരളീയ സമൂഹത്തിലെ വിഷങ്ങളിൽ പലതും തൂത്തെറിഞ്ഞിട്ട് അധികനാളായില്ല എന്നു സാരം. പണ്ടുകാലത്ത് തൈര്, മോര്, വെണ്ണ, നെയ്യ് എന്നിവയിലേതെങ്കിലും മലയാളിയുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാ വിഭാഗം മലയാളികളുടെയും ഭക്ഷണത്തിൽ പാലുൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഗോരസങ്ങൾ കഴിക്കാൻ അവസരവും ഭാഗ്യവും ഉണ്ടായിരുന്നത് അന്നത്തെ സവർണർക്കു മാത്രമായിരുന്നു. അവർണർക്ക് പശുവിനെ വളർത്താം, അതിനാരും തടസ്സം നിൽക്കില്ല. എന്നാൽ അവർണർ പശുവിനെ കറക്കരുത്. ഈ നിയമം ലംഘിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പായിരുന്നു. കേരളത്തിലെ രാജാക്കന്മാരുടെ കിരീടധാരണ വേളയിലും സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടായിരുന്നു. പശുക്കളെയും ബ്രാഹ്മണരെയും രക്ഷിക്കുമെന്നതാണ് സത്യപ്രതിജ്ഞയിലെ പ്രധാന ഭാഗം. എന്തു വില കൊടുത്തും രാജാക്കന്മാർ ആ ഉറപ്പുകൾ പാലിച്ചു പോന്നിരുന്നു. തിരുവിതാംകൂറിലെ കുടിയിരിക്കും ഈഴം ശങ്കരൻ പശുവിനെ കെട്ടിക്കറന്നതിന് 30 പണം പിഴയിട്ടതായി ചരിത്രത്തിൽ കാണാം. പശു പ്രസവിച്ചാൽ 10-ാം ദിവസം അതിന്റെ ഉടമസ്ഥൻ ഇല്ലത്തുപോയി അപേക്ഷിക്കും. പിറ്റേന്നു തന്നെ ഇല്ലത്തുനിന്ന് കറവക്കാരൻ കറക്കാനായി പശുവുള്ള വീട്ടിലേക്ക് പോകും. പശുക്കളുടെ ഓരോ പ്രസവത്തിലും ആദ്യം കറക്കുന്ന പാൽ ദേവന് വഴിപാടായി കൊടുക്കണം. ഈഴവർക്ക് സ്വന്തം പശുക്കളെ കറക്കാൻ അനുവാദമില്ലാത്ത കാലത്താണ് താൻ ജീവിച്ചിരുന്നത് എന്ന് പ്രശസ്ത ചരിത്രകാരനായ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈഴവർക്ക് പശുവിനെ കറക്കാൻ പാടില്ലെന്ന ആചാരത്തെ വിശ്വാസ പ്രമാണമായി ഈഴവർ തന്നെ കണ്ടിരുന്നു. കനത്ത പിഴയും കൊടിയ പീഡനവും ഉറപ്പായ സ്ഥിതിക്ക് അനാചാരത്തെ ആചാരമായി സ്വീകരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. പശു പ്രസവിച്ചാൽ അതിനെ നായർ ജന്മിയെ ഏൽപ്പിക്കുന്ന രീതിയുമുണ്ടായിരുന്നു. കറവ കഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കും. പശുവിനെ ഏൽപ്പിക്കുമ്പോഴും കറവ തീർന്ന് തിരികെ വാങ്ങുമ്പോഴും ഓരോ ഊണു ലഭിക്കും. അത് വലിയ അംഗീകാരമായാണ് അന്ന് ഗണിച്ചിരുന്നത്. പശുവിനെ നായർ കുടുംബത്തിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനെ മരത്തിൽ കെട്ടി അടിക്കും. ഉടമയുടെ ബന്ധുക്കൾ പോയി വെറ്റിലയും അടക്കയും വെച്ച് മാപ്പ് അപേക്ഷിച്ച ശേഷം പശുവിനെ ജന്മിക്ക് നൽകണം. എങ്കിൽ മാത്രമേ ഉടമയെ മോചിപ്പിക്കുകയുള്ളൂ. സ്വന്തം പശുവിന്റെ പാൽ ഉപയോഗിക്കാൻ അവകാശമില്ലാത്തവർ എന്തിനു പശുവിനെ വളർത്തിയിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. ചാണകത്തിനു വേണ്ടിയാണ് അവർണർ പശുക്കളെ ആശ്രയിച്ചിരുന്നത്. അക്കാലത്ത് രാസവളമുണ്ടായിരുന്നില്ല. കൃഷി ചെയ്യണമെങ്കിൽ ചാണകം കൂടിയേ തീരൂ. കൃഷിയില്ലെങ്കിൽ അവർണർ പട്ടിണിയാകും. അതിനാൽ പശുവിനെ വളർത്തേണ്ടിവരും. സവർണരുടെ വീട്ടിലുള്ള പശുവിന്റെ ചാണകം അവർണന് കൃഷിക്കായി എടുക്കാം. 1875 കഴിഞ്ഞപ്പോഴാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങിയതെന്ന് പല ചരിത്രകാരന്മാരും വിശദമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് തണ്ണീർമുക്കത്താണ് പശുവിന്റെ കാര്യത്തിലെ അടിമത്തം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടലുണ്ടായത്. തണ്ണീർമുക്കം കേന്ദ്രീകരിച്ച് ഉഴുതുമ്മൽ കിട്ടൻ എന്നൊരു സാമൂഹിക പരിഷ്കർത്താവുണ്ടായിരുന്നു. അദ്ദേഹം ഈഴവരെ സംഘടിപ്പിച്ച് പശുക്കറവയ്ക്കുള്ള സവർണ മേൽക്കോയ്മയെ ചോദ്യം ചെയ്തു. വെറുതെ വെല്ലുവിളി മാത്രമല്ല കിട്ടൻ ചെയ്തത്. ആ പ്രദേശത്തെ ഈഴവരിൽ കരുത്തരായ പ്രമാണിമാരെ കിട്ടൻ ചെന്നു കണ്ടു. പശുക്കറവ നമ്മുടെ സമുദായത്തിലുള്ളവർ നടത്തണമെന്നും എതിർക്കാൻ ആരെങ്കിലും വന്നാൽ നേരിടണമെന്നും കിട്ടൻ ആവശ്യപ്പെട്ടു. പ്രമാണിമാർ ആദ്യം സംശയം പ്രകടിപ്പിച്ചു. കിട്ടന്റെ സമ്മർദ്ദം തുടർന്നപ്പോൾ ഒപ്പം നിൽക്കാമെന്ന് അവർ സമ്മതിച്ചു. കറവ ചേർക്കുന്നവരെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കി. നാളുകൾക്ക് ശേഷം ആ നാട്ടിൽ ഒരീഴവന്റെ വീട്ടിലെ പശു പ്രസവിച്ചു. ആ പശുവിനെ കറക്കാൻ ഉടമസ്ഥനോട് കിട്ടനും സംഘവും ആവശ്യപ്പെട്ടു. ഉടമസ്ഥൻ പശുവിനെ കറന്നപ്പോൾ നായർ പ്രമാണിയായ ഞർക്കുരു കുട്ടിപ്പണിക്കർക്ക് സഹിച്ചില്ല. അവർ ഏതാനും കരുത്തന്മാരെയും കൂട്ടി പശുവിനെ കറന്ന ഈഴവന്റെ വീട്ടിൽ ചെന്നു. പശുവിന്റെ ഉടമസ്ഥൻ ഭയപ്പാടോടെ കിട്ടന്റെ വീട്ടിലേക്കോടി. ഉടമസ്ഥനെയും ഒപ്പം കൂട്ടി കിട്ടൻ വന്നു. എന്നിട്ട് പശുവിന്റെ ഉടമസ്ഥനോട് പ്രമാണിയുടെ ആളുകളുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു. നിമിഷങ്ങൾക്കകം
നായന്മാർക്ക് ചുറ്റും 100ഓളം മല്ലന്മാരായ ഈഴവർ നിരന്നു. സംഭവം വഷളാകുമെന്ന് മനസ്സിലാക്കിയ ഞർക്കുരു കുട്ടിപ്പണിക്കരും സംഘവും അവിടെ നിന്നു പോയി. അടുത്ത ദിവസം പശുവിന്റെ ഉടമസ്ഥനെതിരെ കേസെടുത്തു. പല ഈഴവ പ്രമുഖരെയും ആ കേസിൽ പ്രതിയാക്കി. ഒടുവിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കേസിന്റെ നടത്തിപ്പിനു വേണ്ടി പണപ്പിരിവ് നടത്തി. വാദത്തിനൊടുവിൽ ഈഴവർ തന്നെ കേസ് വിജയിച്ചു. അങ്ങനെയാണ് ഈഴവർ സ്വന്തം പശുവിന്റെ പാലിന്റെ അവകാശികളായത്. ഉത്തരേന്ത്യയിൽ ഇപ്പോഴുമുള്ള ഗോവധ നിരോധനവും നിരോധനം ലംഘിക്കുന്നവരെ വധിക്കുന്നതുമൊക്കെ പണ്ട് കേരളത്തിലുമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലാണ് അത്തരം അഴുക്കുകളെ ഇവിടെ നിന്ന് കഴുകിക്കളയാൻ സഹായിച്ചത്. പണ്ടുകാലത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, അമ്പലവാസികൾ എന്നിവരെല്ലാം സമ്പൂർണ്ണ സസ്യഭുക്കുകളായിരുന്നു. നായന്മാർക്കും അവർണർക്കും മത്സ്യവും മാംസവും കഴിക്കാം. പക്ഷെ ഗോമാംസം ഒരു തരത്തിലും കഴിക്കാൻ പാടില്ല. ബ്രാഹ്മണരായിരുന്നു ഭൂമിയിലെ ദേവൻ. ഗോഹത്യ ബ്രാഹ്മണഹത്യയ്ക്ക് തുല്യമായാണ് ഗണിച്ചിരുന്നത്. വാസ്കോഡഗാമ കൊച്ചി രാജാവുമായി ഉണ്ടാക്കിയ ആദ്യ കരാറിലെ വ്യവസ്ഥ തന്നെ ഗോഹത്യ പാടില്ല എന്നായിരുന്നു. കപ്പലിൽ ഗോമാംസം കൊണ്ടുവരരുത് എന്ന് ഗാമ ചട്ടം കെട്ടിയിരുന്നു. ഇത് ലംഘിച്ച് രഹസ്യമായി ഗോമാംസം കൊണ്ടുവന്ന 3 മാപ്പിളമാരെ ഗാമ നേരിട്ട് രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് അവരെ കഴിവിലേറ്റി എന്നാണ് ചരിത്രം. 1520 കൊല്ലം രാജ്ഞിയും പോർച്ചുഗീസുകാരും ഈ രീതിയിൽ കരാറിലേർപ്പെട്ടിരുന്നു. പശുവിനെ ലക്ഷ്മിയായാണ് കരുതിയിരുന്നത്. പശു പെറ്റാൽ അന്തർജനം പെറ്റ പുലയാണ്, അതായത് 10 പുല. ആ പുല കഴിഞ്ഞു മാത്രമേ പശുവിനെ കറക്കുകയുള്ളൂ. അവിടെ നിന്ന് നമ്മൾ എത്രത്തോളം വളർന്നുവെന്ന് ഓർത്തുനോക്കൂ. ഓരോ ഓർമ്മയും ആദിമകാലത്തെ ദുരന്തപൂർണമായ കാലം തിരിച്ചു വരാതിരിക്കാനുള്ള ചിന്ത നിങ്ങളിൽ ശക്തമാകട്ടെയെന്ന് ആഗ്രഹിക്കുന്നു.